അപ്പൊ കുറിച്ച് പറഞ്ഞ എന്താ പറയാ, നിങ്ങൾ നിങ്ങളുടെ പേരില് വേസ്റ്റ് ഒക്കെ വലിച്ചു ചെയ്യാറുണ്ടോ? എനിക്ക് ദേഷ്യം വന്നാലേ അറിയോ? ചിലപ്പോ അറിയൂല്ലേ? അതാ കുട്ടി ചെറുപ്പോ, കുട്ടിക്ക് ദേഷ്യം വന്നായിരുന്നു. നമുക്ക് ക്ഷമിക്കാം. നമ്മുടെ വീട്ടിലായാലും നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആളുകൾ അറിയൂലേ? അറിയും, തീരുന്നവരുണ്ടാവും, തീർച്ചയുണ്ടാവും. അങ്ങനെയുള്ള ക്യാരക്ടറുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളങ്ങനെ ചിന്തിച്ചു നോക്കി. സത്യം പറഞ്ഞ നമ്മുടെ ഇടയിലുണ്ട്, തീർച്ചയായിട്ടുണ്ട്. നമ്മള് ചിലപ്പോ ചട്ടിയിട്ട് അടിക്കുന്ന കാരണന്മാരുണ്ടാവും, തലവണ കാരണന്മാരുണ്ടാവും, അല്ലെങ്കിൽ മറ്റേ എന്താ പറയാ മക്കളെ തന്നെ നമ്മള് ചിലപ്പോ അല്ല റെസ്മിനല്ലേ, റെസ്മിന്റെ ചങ്കാണ് അവനത് മുത്താണ്. എല്ലാം ഓപ്പോസിറ്റ് നല്ലല്ലേ, നമുക്ക് പ്രോത്സാഹിപ്പിക്കും. ഞാൻ പോണ്, ഞാൻ ജിമ്മൊക്കെ കാണണ്ടേ, നമുക്ക് പോയി കണ്ട് അവരൊന്ന് വളരട്ടെ. നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവരും വളരാനുള്ള അവസരമല്ലേ. നമ്മുടെ ഗെയിമൊക്കെ അവിടെ തീർന്നു. സത്യം, ആ അത്ര ദിവസം നമ്മുടെ ഗെയിം എല്ലാം തീർന്നു. ആ ഗെയിം ഞാൻ ഇപ്പോഴും ഞാൻ അങ്ങനെ എടുത്തോണ്ടാണ് എന്റെ ലൈഫിലെ എക്സ്പീരിയൻസ് മൊത്തം അങ്ങനെയാണ്. നമുക്ക് എന്തോരം ആൾക്കാർ നമ്മളെ ഉപദ്രവിക്കണം, അതെല്ലാവരും നമുക്ക് തിരിച്ചു ഉപദ്രവിക്കുന്ന അതിന്റെ നേരമുള്ളൂ. അവരൊന്നും ഉപദ്രവിച്ചതല്ല നമ്മളെ, അവരുടെ ഗെയിമിന്റെ ഭാഗമാണത്. ഞാൻ എന്റെ ഗെയിമിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുള്ളത്? ഇഷ്ടം പോലെ തെറ്റ് ചെയ്തിട്ട്, ശരി ചെയ്തിട്ട്, അതൊക്കെ നമ്മൾ അംഗീകരിക്കണം. അതൊക്കെ അതിൻ്റെതായ ഭാഗത്തിൽ വിടാം. അവിടെ തീർന്ന് ഞാൻ ചെയ്ത ശരികളും തെറ്റുകളും, അവർ ചെയ്ത തെറ്റുകളും ശരിയൊക്കെ എന്റെ മനസ്സിലവിടെ തീർന്നു. ഞാൻ അവിടെ തീർത്തിട്ട്. പിന്നെ എന്റെ ഫ്രണ്ട്സാണ് അവര്. അവരെന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും, അതിനുള്ള കഴിവെക്കുന്നു. അത് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ആ ഒരു കഴിവുണ്ടാവട്ടെ. കാരണം ഞാൻ ബിഗ് ബോസിൽ പഠിച്ച ഭാഗമാണ്. കാരണം നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കാന്ന് വെച്ചാൽ അത് ഏറ്റവും നല്ല പാഠമാണ്. കാരണം അവരോട് ക്ഷമിക്കാൻ പഠിച്ചപ്പോഴല്ലേ നമ്മൾ വന്നവിടെ, അല്ലേ? സത്യല്ലേ? അല്ലേ? അവരോട് ക്ഷമിക്കാൻ പഠിച്ചപ്പോഴേ നമ്മൾ വന്നത്. ക്ഷമിക്കാൻ പഠിക്കണം നിങ്ങൾ വിചാരിച്ചു. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങളുടെ വയറോട് പഠിച്ചു. അവിടെ പോയി തലാശി പോകണം. പോട്ടെ. അനിയന്റെ മോനേടാ, അവന് വേറൊരു കപ്പോട് പൊക്കും. കാരണം അവന് നമ്മൾ അങ്ങനെ വളർത്തിയിരുന്നു. പിന്നെ അവൻ വളർന്നു വരുമ്പോ ഇവിടെ അടുത്ത ഇതിന് വലിയ ജിന്റെ ആക്കും നിങ്ങൾ നാട്ടിൽ കൂടി ആ വെച്ചു അവിടെ വെച്ചു. അതോ അവൻ ജയിക്കും. അവനാ തെറ്റില്ല ആരൊക്കെയാ ആ സ്കൂളിൽ മിഠായി വെച്ചു.
നമുക്ക് മിഠായി വേണം അപ്പുറം കൊടുക്കണം. എന്നെ വെറുതെ വിടുമോ?